ആടാലോ പാടാലോ സന്തോഷം കാണാലോ ആഘോഷം വന്നല്ലോ സംഗീതം പെയ്തല്ലോ ആനന്ദം മലതല്ലും ഈ രാവിൽ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ വിടരുന്നു സ്നേഹത്താൽ കൂടാൻ വാ സന്തോഷം കാണാലോ ആഘോഷം വന്നല്ലോ സംഗീതം പെയ്തല്ലോ ആനന്ദം മലതല്ലും ഈ രാവിൽ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ വിടരുന്നു സ്നേഹത്താൽ കൂടാൻ പാടാലോ പാടാലോ സന്തോഷം കാണാലോ ആഘോഷം വന്നല്ലോ സംഗീതം പെയ്തല്ലോ ആനന്ദം മലതല്ലും ഈ രാവിൽ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ വിടരുന്നു സ്നേഹത്താൽ കൂടാൻ വാ ഹൃദയക്കൂട്ടിലെന്നെന്നും കുറുകും വെൺപിറാവുകളെ ഉണരു പൊൻപ്രതീക്ഷകളിൽ തണലായി കൂടെയൊന്നു വരൂ ഹൃദയക്കൂട്ടിലെന്നെന്നും കുറുകും വെൺപിറാവുകളെ ഉണരു പൊൻപ്രതീക്ഷകളിൽ തണലായി കൂടെയൊന്നു വരൂ കൈകൾ കോർക്കാം നന്മയായി ഒരു പുതുലോകവും തേടാം വിരികൾ നീട്ടി നെഞ്ചിലായി ഇരുളുകൾ നീക്കി മുന്നേറാം ആടാലോ പാടാലോ സന്തോഷം കാണാലോ ആഘോഷം വന്നല്ലോ സംഗീതം പെയ്തല്ലോ ആനന്ദം മലതല്ലും ഈ രാവിൽ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ വിടരുന്നു സ്നേഹത്താൽ കൂടാൻ വാ മഴവിൽ തീർത്ത നൂലുകളിൽ കളിയൂഞ്ഞാലിലാടി വരൂ മിഴികൾ നെയ്ത കനവുകളിൽ മഴയായി പെയ്തിറങ്ങി വരൂ മഴവിൽ തീർത്ത നൂലുകളിൽ കളിയൂഞ്ഞാലിലാടി വരൂ മിഴികൾ നെയ്ത കനവുകളിൽ മഴയായി പെയ്തിറങ്ങി വരൂ വേദനയൊഴുകും പുഴയിലോ ഒരു ചെറു കൈത്തുഴയാവാം കനലുകൾ എരിയും കരളിലോ കുളിരല കൊണ്ട് മൂടി വരാം ആടാലോ പാടാലോ സന്തോഷം കാണാലോ ആഘോഷം വന്നല്ലോ സംഗീതം പെയ്തല്ലോ ആനന്ദം മലതല്ലും ഈ രാവിൽ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ വിടരുന്നു സ്നേഹത്താൽ കൂടാൻ പാടാലോ പാടാലോ സന്തോഷം കാണാലോ ആഘോഷം വന്നല്ലോ സംഗീതം പെയ്തല്ലോ ആനന്ദം മലതല്ലും ഈ രാവിൽ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ വിടരുന്നു സ്നേഹത്താൽ കൂടാൻ പാടാലോ പാടാലോ സന്തോഷം കാണാലോ ആഘോഷം വന്നല്ലോ സംഗീതം പെയ്തല്ലോ ആനന്ദം മലതല്ലും ഈ രാവിൽ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ വിടരുന്നു സ്നേഹത്താൽ
കൂടാൻ വാ. യെസ്, നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നീലടി സുധാകരൻ സർ ഇവിടെ എത്തിയിട്ടുണ്ട്. വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ ഈ ഒരുപാട് തവണ വെളിയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയായി തിളങ്ങി നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട പൊതുപ്രവർത്തകൻ കൂടിയാണ്. എന്തായാലും എടപ്പിൽ ഫ്ലോറിംഗിന്റെ ഈ മനോഹരമായ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം എവരിബഡി. പ്ലീസ് ഗിവ് എം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. റൂറൻ കൈഡി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാം. കൂടെ തന്നെ നമ്മുടെ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ, എടപ്പിൽ ഫ്ലോറിംഗ്സിന്റെ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അവരെ കൂടി ഈ ധന്യ നിമിഷത്തിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്ലീസ് കം ഓൺ സ്റ്റേജ്. മേ ഐ റിക്വസ്റ്റ് മിസ്റ്റർ ഇക്ബാൽ ആൻഡ് ഫവാസ് ടു കം ഓൺ സ്റ്റേജ്. ലക്കി ഡ്രോ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇക്ബാൽ സാറിനെയും ഫവാസ് സാറിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഡയറക്ടേഴ്സിനെ വോം വെൽക്കം ടു യു. അവരെ കൂടി നമുക്ക് ക്ഷണിക്കാം ഈ ധന്യ നിമിഷത്തിലേക്ക്. സോ ഭാഗ്യശാലി ആരാണെന്ന്, അഞ്ചിൽ ഒരു ഭാഗ്യശാലി, വാഷിംഗ് മെഷീൻ ലഭിക്കാൻ വേണ്ടി പോകുന്ന അഞ്ചിൽ ആദ്യത്തെ ഭാഗ്യശാലി ആരാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടി പോവാണ് ഈ ഒരു സമയത്ത്. യെസ്, ഞാൻ അദ്ദേഹത്തോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ലെറ്റ് മീ വെൽക്കം നീലടി സുധാകരൻ സർ. ഐ റിക്വസ്റ്റ് യു ടു സ്പീക്ക് സം വേർഡ്സ് പ്ലീസ്. ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എടപ്പയിൽ ഫ്ലോറിംഗ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർമാരായ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൊപ്പം ടൗണ് ശരിക്കും നമ്മളെ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കുള്ള ഒരു എന്താ പറയുക, ഭയങ്കര ഒരു മുന്നേറ്റം നമ്മുടെ വെളയൂർ ഗ്രാമപഞ്ചായത്തിലോട്ട് മാറി വന്നപ്പോൾ. ഇപ്പോൾ കൊപ്പം ടൗൺ എന്ന് പറയുന്നത് വെളയൂരിലേക്ക് മാറി വന്ന ഒരവസ്ഥ നമുക്കറിയാം. ഈ ഗ്രാമങ്ങൾ തോറുമുള്ള അന്തരം കുറഞ്ഞു വരുന്ന ഈ സമയത്ത് നമ്മുടെ ഈ കൊപ്പം ടൗൺ മുതൽ പ്ലാമന്തോൾ വരെ ഒരു നല്ലൊരു വാണിജ്യ ബെൽറ്റായിട്ട് മാറി വരികയാണ്. നമുക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഇവിടെ മുതിർന്ന ആളുകൾക്കൊക്കെ അറിയാം. അത്രയധികം വിജനമായ സ്ഥലമായിരുന്നു, എപ്പോഴെങ്കിലും പോകുന്ന വാഹനങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഒരു സെക്കൻഡ് പോലും ഇടതടവില്ലാതെ തിങ്ങി പോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ നമുക്കൊക്കെ എപ്പോഴും എത്തിപ്പെടാവുന്ന തരത്തിലേക്കുള്ള വാണിജ്യ സ്ഥാപനങ്ങളുമൊക്കെ വന്ന് നമ്മുടെ സജീവമായ ഒരു മേഖല, വാണിജ്യ മേഖലയായിട്ട് നമ്മുടെ ഈ കൊപ്പം പുലാമന്തോൾ സെക്ടർ മാറി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് നമ്മുടെ കൊപ്പം ടൗൺ മുതൽ കരിങ്ങാടുകുണ്ട് സിൻഡിക്കേറ്റ് മാൾ വരെയുള്ള എല്ലാ ഭാഗങ്ങളും അതിസജീവമായിട്ടുള്ള ഒരു ഇടപെടലുകളുള്ള പ്രദേശമായി മാറി. എന്തായാലും നമുക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ട് വർഷങ്ങളായിട്ട് കൊപ്പം ടൗണിൻ്റെ അല്ലെങ്കിൽ കൊപ്പം പ്രദേശത്ത് മൊത്തം വാണിജ്യ വ്യവസായ മേഖലകളിൽ ഏറ്റവും സജീവ സാന്നിധ്യമായ ഒരു നയമാണ് എടപ്പേൽ എന്നുള്ളത്. നമുക്കൊക്കെ അറിയാം, എടപ്പേൽ എന്ന് പറയുമ്പോൾ കൊപ്പം ആണ്, കൊപ്പം എന്ന് പറഞ്ഞാൽ എടപ്പേലാണ്. അതാണ് നമ്മുടെ ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നെയിം. അപ്പോൾ അതുകൊണ്ട് എടപ്പേലിൻ്റെ ഒരുപാട് ഷോറൂമുകൾ എന്തായാലും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വന്നു വരുന്ന ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തും കരിങ്ങാടുകുണ്ട് ഈ പ്രദേശത്തും നമുക്ക് എടപ്പൽ ഫ്ലോറിങ്ങിൻ്റെ നല്ലൊരു പുതിയ ഷോറൂം, ആധുനിക ജീവിത സങ്കല്പങ്ങൾക്ക് എന്താ പറയുക മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡെമോ അടക്കമുള്ള സംവിധാനത്തോട് കൂടിയിട്ടാണ്, ഈ സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഈ ഷോറൂം പ്രാവർത്തികമാകുന്നത്, ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ബഹുമാനപ്പെട്ട നമ്മളെ റഷീദ് അലി സിയാബ്ദാങ്ങൾ അവരുടെ മനോഹരമായ രീതിയിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമുക്ക് അവരുടെ ഒരുപാട് കാലങ്ങളായിട്ട് കൊപ്പത്തിൻ്റെയും സമീപ പ്രദേശങ്ങളൊക്കെയുള്ള ഭവന നിർമ്മാണ മേഖലയിലൊക്കെ സജീവ സാന്നിധ്യം പുലർത്തുന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് സ്നേഹവായ്പകൾ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരം പ്രവർത്തന മേഖലയിലൊക്കെ അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് കുടുംബങ്ങൾക്ക്, ഒരുപാട് മേഖലകളിലൊക്കെ അവരുടെ സ്നേഹസ്പർശം എത്തിയിട്ടുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണയും അവരുടെ ഈ എടപ്പൽ ഫ്ലോറിങ്സിൻ്റെ ഈ ബ്രാഞ്ചിൻ്റെ ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ട് അവരൊരു സ്നേഹസ്പർശം, എടപ്പൽ സ്നേഹസ്പർശം എന്ന രീതിയിൽ ഒരു പദ്ധതി അവർ തുടങ്ങുകയാണ്, പ്രാവർത്തികമാക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ പ്രദേശത്തൊക്കെ വളരെ പാവപ്പെട്ട ആളുകൾ, നമുക്കൊക്കെ അറിയാം, ഏറ്റവും ആധുനികമായ രീതിയിലൊക്കെ ആളുകൾ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും വളരെ ചുരുങ്ങിയ തോതിലെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ പെടാപ്പാട് പെടുന്ന ഒരുപാട് സാധാരണക്കാരുള്ള ഒരു സമൂഹം കൂടിയാണ് നമ്മുടെ നാട്. അപ്പോൾ അതുകൊണ്ട് ഒരു 700 സ്ക്വയർ ഫീറ്റിൽ കുറവ് തലത്തിൽ വീട് നിർമ്മിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക്, തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന ഫ്ലോറിംഗ് ടൈൽസുകൾ അവർ സൗജന്യമായി നൽകുകയാണ്. ഈ മാസം 10 കുടുംബങ്ങൾക്കാണ് അവർ ഈ
സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നത് 21-ാം തീയതി മുതൽ, ഈ മാസം ജൂലൈ 21-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 31-ാം തീയതി വരെയുള്ള ആ കാലയളവിലാണ് അതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടുന്നത്. ഏറ്റവും പാവപ്പെട്ട നമ്മുടെ ചുറ്റുപാടുകളിലുള്ള നമ്മൾ സഹായം ലഭിക്കേണ്ടുന്ന അത്തരം കുടുംബങ്ങളുടെ പേര് വിവരങ്ങളും അവരുടെ വിശദ വിവരങ്ങളുമുള്ള അപേക്ഷ നമ്മുടെ എടപ്പേലിലെ ഫ്ലോറൻസിൻ്റെ കൊപ്പത്തും പപ്പടപ്പടിയിലും അതുപോലെ തന്നെ പട്ടാമ്പിയിലുമുള്ള ഷോറൂമുകളിലെ ഒരു അപേക്ഷ എത്തിക്കുക. അപേക്ഷ നൽകുന്നതിന് കൂടെ അതിനൊപ്പം തന്നെ അതാത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്പർ, അതാത് വാർഡ് മെമ്പറുടെ നമ്പർ അടക്കമുള്ള, അതുപോലെ തന്നെ അവരുടെ മേൽവിലാസം അടക്കമുള്ള പേര് മേൽവിലാസം നമ്പർ അടക്കമുള്ള ഒരു അപേക്ഷ ഈ 3 ഷോറൂമുകളിൽ പട്ടാമ്പിയിലും കൊപ്പത്തും പപ്പടപ്പടിയിലുമുള്ള നമ്മുടെ എടപ്പേലിൻ്റെ 3 ഷോറൂമുകളിലും ഈ അപേക്ഷ എത്തിക്കാവുന്നതാണ്. അത്തരം പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ ഈ എടപ്പേലിൻ്റെ സ്നേഹസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. എന്തായാലും ഇങ്ങനെയൊരു ഷോറൂം നമ്മുടെ വെളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ കൊപ്പത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സജീവമായ രീതിയിൽ നടത്താൻ കഴിഞ്ഞതിലും തുടങ്ങാൻ കഴിഞ്ഞതിലും എടപ്പേൽ കുടുംബത്തെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകൾ അർപ്പിക്കുന്നു. ഈ ചടങ്ങിനും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.